നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഞ്ജുവിന് പലപ്പോഴും ഭാഗ്യവും സെലക്ടർമാരുടെ പിന്തുണയും കിട്ടിയിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ലോകകപ്പിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല. എന്നാൽ വരുന്ന 2020 ലോകകപ്പിൽ സഞ്ജു ഇടം നേടിയിരിക്കുകയാണ്. IPL-ലെ ആദ്യ മത്സരങ്ങളിൽ ഫോമാകുകയും പിന്നീട് അത് നഷ്ടമാവുകയും ചെയ്യുന്ന താരം. ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാനുള്ള സഞ്ജു സാംസന്റെ ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ പോരായ്മയായി വിമർശകർ പറയുന്ന ഒരു കാരണം ഇതാണ്. IPL-ൽ വമ്പൻ സെഞ്ചുറികൾ നേടിയ സീസണുകളിൽ വരെ മത്സരങ്ങൾ പലതും കഴിയുമ്പോൾ സഞ്ജുവിന്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതായി താരം വിമർശനങ്ങൾ കേട്ടിരുന്നു. എന്നാൽ 2024 IPL-ൽ പുതിയൊരു സഞ്ജുവിനെയാണ് ക്രിക്കറ്റ് ആരാധകർ കണ്ടത്. റൺവേട്ടക്കാരുടെ പട്ടികയിൽ ആദ്യ 10-ലുള്ള താരം ക്യാപ്റ്റൻസി കൊണ്ടും ക്രിക്കറ്റ് ആരാധകരെ കയ്യിലെടുത്തും 8 വിജയവും 1 തോൽവിയുമായി പോയിന്റ് പട്ടികയിൽ ടോപ്പ് ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സീസണിലെ ഏറ്റവും സ്ഥിരതയുള്ള ടീം മുന്നിൽ നിന്ന് കെട്ടിപ്പടുത്ത സഞ്ജു തന്നെക്കാൾ സീനിയറായ താരങ്ങളെയും ജൂനിയേഴ്സിനെയും ഭംഗിയായി ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഇന്ത്യൻ ടീമിലെ സീനിയർ താരം R അശ്വിനും ഇംഗ്ലീഷ് ടീം ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറും വിൻഡീസ് ക്യാപ്റ്റൻ റോവ്മാൻ പവലും സഞ്ജുവിന് കീഴിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. സ്ഥിരതയില്ലായ്മ എന്ന വിമർശനത്തിന് ബാറ്റ് കൊണ്ടായിരുന്നു മലയാളി താരത്തിന്റെ മറുപടി. 9 മത്സരങ്ങളിൽ 385 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. 4 അർദ്ധ സെഞ്ചുറികളുമായി റൺവേട്ടക്കാരിൽ സഞ്ജു 6-ാമതുണ്ട്. 390 റൺസ് അടിച്ച ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് 4-ാം സ്ഥാനത്താണ്. പക്ഷേ ഡൽഹി ഇതിനോടകം തന്നെ 11 കളികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സീസണിൽ ലക്നൌവിനെതിരായ ആദ്യ മത്സരത്തിൽ 52 പന്തിൽ 82 റൺസെടുത്ത സഞ്ജു പുറത്താകാതെ നിന്നു. രാജസ്ഥാൻ വിജയിച്ചുവെങ്കിലും സഞ്ജുവിന്റെ പ്രകടനം പതിവ് തുടക്കം മാത്രമാണ് എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലരുടെ വിമർശനം. പിന്നീട് ഡൽഹിക്കെതിരെ 15, മുംബൈയോട് 12 റൺസ് എടുത്തു. അടുത്ത മത്സരങ്ങളിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയും ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയും അർദ്ധ സെഞ്ചുറികൾ നേടി സഞ്ജു 2020 ലോകകപ്പ് ടീമുകളിലേക്ക് അവകാശവാദം ശക്തമാക്കി. ലക്നൌവിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ 71 റൺസ് എടുത്ത ടീമിനെ വിജയത്തിലെത്തിച്ചതോടെ സഞ്ജു ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. IPL ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും വിക്കറ്റിനും പിന്നിൽ ഡൽഹി ക്യാപ്റ്റൻ ഋഷഭ് പന്തിനേക്കാൾ മികച്ച പ്രകടനമായിരുന്നു സഞ്ജുവിന്റേത്. എങ്കിലും വിക്കറ്റ് കീപ്പറായി BCCIയുടെ ഫസ്റ്റ് ചോയ്സ് ഋഷഭ് പന്ത് തന്നെ. IPL-ന് തൊട്ടു മുൻപാണ് ഋഷഭ് പന്ത് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് തിരിച്ചെത്തിയത്. ഇതോടെ ഡൽഹി ക്യാപ്റ്റൻസിനായി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വാഹന അപകടത്തിന് ശേഷം ഒരു രാജ്യാന്തര മത്സരം പോലും കളിക്കാതെയാണ് ഋഷഭ് പന്ത് ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. 2022-ൽ ബംഗ്ലാദേശിനെതിരെയാണ് ഋഷഭ് പന്ത് ഇന്ത്യയ്ക്കായി ഒടുവിൽ കളിച്ചത്. ഈ പരമ്പരയ്ക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് ജന്മനാടായ റൂക്കിയിലേക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിലാണ് താരം അപകടത്തിൽപ്പെട്ടത്. 25 വയസ്സുകാരനായ പന്ത് ഓടിച്ച കാറ് ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ ശേഷം തീപിടിക്കുകയായിരുന്നു. ബസ് ജീവനക്കാരനാണ് താരത്തെ വാഹനത്തിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പരിക്കിൽ നിന്ന് അതിവേഗം മുക്തനായ പന്തിനായി എല്ലാ പിന്തുണയും നൽകിയ BCCI ലോകകപ്പിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനവും സമ്മാനിക്കുകയുണ്ടായി. ഇന്ത്യൻ ടീം രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, സുരേന്ദ്ര ചഹാൽ, അർഷിബ് സിംഗ്, അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരടങ്ങുന്ന വമ്പൻ സഖ്യം തന്നെയാണ്.